ഹായ് ഹലോ. അപ്പോൾ എന്തെല്ലാവരും വിശേഷം സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു 2 kg കേക്കിൻ്റെ 2 kg ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഇതൊരു കളർ കോമ്പിനേഷൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കും ലാവൻഡറും ആണ് കേട്ടോ. ടോപ്പ് ഭാഗം ഫുള്ളായിട്ട് പിങ്കും താഴ്ഭാഗത്ത് മിക്സഡായിട്ട് പിങ്കും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ഹൈറ്റിൽ തന്നെ കേക്ക് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ഇഞ്ചിലും 7 ഇഞ്ച് മോൾഡിലുമാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 1.5 kg വെയിറ്റ് വരുന്ന അതിൻ്റെ ബാറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രയായാലും നമ്മൾ ഈ ഹൈറ്റിൽ കേക്ക് ചെയ്യുമ്പോൾ അത് താഴ്ഭാഗത്ത് 5 ലെയറായിട്ടും മുകൾ ഭാഗത്ത് ഒരു 5 6 ഒക്കെ ലെയറായിട്ട് കൊടുക്കുമ്പോൾ കേക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടും. ആ ഹൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ക്രീമും ഇതൊക്കെ ചേർക്കുമ്പോൾ കേക്ക് എന്തായാലും ഇപ്പോൾ ഒരു 1.5 കിലോ പറഞ്ഞാലും എന്തായാലും 2.5 കിലോത്തിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2.5 കിലോത്തിൻ്റെ കേക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ കൂടുതലായിരിക്കും വെയിറ്റ് വരുന്നത്. ഇപ്പം ഞാൻ ഈ കേക്ക് ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 2.5 കിലോത്തിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 kg ബാറ്റർ ഉപയോഗിച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇതിൽ വേവ്സ് ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കേക്കിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് ഡോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബട്ടർഫ്ലൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഇതിലേക്ക് മാച്ചായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈ ആണ് ടോപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിങ്ക് കളറിലുള്ള ബട്ടർഫ്ലൈയും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വേവ്സ് വരച്ചത് കൂടെ വൈറ്റ് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഷുഗർ ബോൾസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ടോപ്പിലായിട്ട് കുറച്ച് ചെറിയ ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 എന്നുള്ള ടോപ്പറും ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നെയിം എഴുതിക്കുന്നത് ബേസിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ ലെറ്റർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് അത് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഗോൾഡൻ ഡസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.